നമ്മളുടെയൊക്കെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ വീട്ടിൽ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീൻ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകും. ആ പ്രശ്നം അതിൻ്റെ സൊല്യൂഷനൊന്നും നമ്മൾ ചിലപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ എന്തെങ്കിലും ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അയ്യോ ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ല അങ്ങനെ ചെയ്യരുതെന്ന്, ഇതിങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. കഴിഞ്ഞു പോയി ആ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഈ കഴിഞ്ഞു പോയ പ്രശ്നത്തിനെ കുറിച്ച് സംസാരിക്കാൻ അയൽവക്കക്കാരും ബന്ധുക്കളും വഴി കൂടി പോകുന്നവരും എല്ലാവരും വരും. കഴിഞ്ഞു പോയത് അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, പിന്നെ എല്ലാവർക്കും 100 അഭിപ്രായങ്ങളൊക്കെ ആയിരിക്കും അതിനെക്കുറിച്ച്. സ്റ്റിൽ ആ പ്രശ്നം അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് പുറത്തു നിന്നുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് സമയം പോകാൻ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ അവരതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇത് ഇത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന കുറേ ആളുകളുണ്ടായിരിക്കും. അവർക്ക് കഴിഞ്ഞു പോയി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അവർക്ക് കാര്യങ്ങൾ അങ്ങനെയാണ്, ഇനി വർക്ക് ചെയ്യാൻ, ഇനി ഇത് കറക്റ്റ് ആക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് അവർ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കഴിഞ്ഞു പോകുന്ന കാര്യങ്ങൾ, ആ പ്രശ്നങ്ങൾ നമുക്ക് പെയിൻ ആയിരിക്കും, സഫറിങ്സ് ആയിരിക്കും, ചലഞ്ചസ് ഉണ്ടായിരിക്കും, അൺസർട്ടിനിറ്റി ഉണ്ടായിരിക്കും. ഇത് നമ്മൾ ആ ഒരു പ്രോബ്ലം എന്താണെന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. എൻ്റെ ലൈഫ്, ഈ സിറ്റുവേഷൻസ് ഇതിങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. ചിലപ്പോൾ ആ സിറ്റുവേഷനേക്കാളും പ്രശ്നം ആ സിറ്റുവേഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. ഈ ആളുകൾ ഇങ്ങനെയാണ്, ഇവരെന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, എൻ്റെ ലൈഫ് എന്താണ് ഇങ്ങനെ, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ, ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ഒരു കാര്യമില്ല. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കണ്ട. ഇത് ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ ആ ലൈഫിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സാധനവും, പിന്നെ അതിൽ നിന്ന് കുറച്ച് ആ പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ കുറച്ച് ലേണിങ്സ് എടുക്കുക. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, എന്താണ് ഇതിൻ്റെ ഒരു റൂട്ട് കോസ്, അത് മനസ്സിലാക്കുക. ഈ സെയിം സിറ്റുവേഷൻസ് ലൈഫിൽ വരുമ്പോൾ നമ്മൾ ആ ഒരു പ്രോബ്ലം ഇല്ലാതാക്കാനായിട്ട് എന്ത് ചെയ്യണം, ആ ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുക. ഇനി നമ്മൾ ലൈഫിൽ ആ സിറ്റുവേഷനെ ആക്സെപ്റ്റ് ചെയ്യുക, ആളുകളെയും ആക്സെപ്റ്റ് ചെയ്യുക. ഇനി അത് മൂവ് ഓൺ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഡിസിഷൻ എടുത്തിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.